ഹലോ ഗെയ്സ്, മത്തേരാനിലേക്ക് ഇപ്പോൾ പോകാം. സീസൺ എപ്പോഴാണ്, മഴ പെയ്തോ, ഏത് ട്രെയിൻ പോകണം, പാക്കേജ് എടുക്കണോ വേണ്ടയോ, ബഡ്ജറ്റ് ഇത്രയായി, എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോകാം, റൂം എടുക്കണം തുടങ്ങിയ ഫസ്റ്റ് ടൈം മത്തേരാൻ പോകുന്ന ഒരാൾക്ക് തോന്നുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, ഞങ്ങളായും ട്രാവൽ വോയിസ് ട്രാവൽസ് നടത്തുന്നവരോ പാക്കേജ് എടുത്ത് ആളെ കൊണ്ടുപോകുന്നവരോ അവരുമായി യാതൊരു ബന്ധമുള്ളവരോ അല്ല. ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെ മത്തേരാൻ പോയിട്ട് വന്നു എന്നത് മാത്രമാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, തന്നെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീട്ടിലോട്ട് പോകും. സോ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ ഇലക്ട്രിക് വാഹനമല്ലാതെ മറ്റ് വാഹനങ്ങൾക്കെല്ലാം നിരോധനമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മത്തേരാൻ. കേരളത്തിൽ നിന്ന് മെയിനായിട്ട് 2 ട്രെയിനാണുള്ളത്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, അത് എറണാകുളം ടു കല്യാൺ ജംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നേത്രാവതി, അത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് താനെ വരെ. ആൻഡ് താനെയിലെ കല്യാണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണ് ഇൻഡിക്കേറ്റർ. കല്യാണിൽ നിന്നും താനെയിൽ നിന്നും അരമണിക്കൂർ രാത്രി 2 മണി വരെ നെരാളിലേക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ടാവും. നെരാൾ ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പുറത്ത് തന്നെ നമ്മളെ കാത്ത് മത്തേരാനിലേക്ക് പുറപ്പെടുന്ന ഷെയർ ടാക്സികളുണ്ടാവും. കുട്ടികൾക്ക് 60, അഡൽസിന് 120 ഇപ്പോഴത്തെ റേറ്റ്. അവിടെ നിന്ന് മത്തേരാൻ എത്തിക്കഴിഞ്ഞാൽ പെർ ഹെഡ് 50 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് 500 മീറ്റർ അകത്തേക്ക് വന്നാൽ അമാൻ ലോഡ്ജിലെത്താം. അവിടെ നിന്ന് നടന്ന കുതിരവണ്ടിയിലോ ഇ റിക്ഷയിലോ ടോയ് ട്രെയിനിലോ നമുക്ക് മത്തേരാനിലേക്ക് പ്രവേശിക്കാം. മൺസൂൺ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ മത്തേരാൻ ടു അമാൻ ലോഡ്ജ് മാത്രമേ ടോയ് ട്രെയിനിൻ്റെ സർവീസ് ഉണ്ടാകത്തുള്ളൂ. ട്രെയിനിൻ്റെ ടൈമും റേറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അകത്തെത്തിക്കഴിഞ്ഞാൽ ധാരാളം ഹോം സ്റ്റേകളുണ്ടാവും. നോർമൽ കേസിൽ ഒരു 1000-നൊക്കെ നിങ്ങൾക്ക് ബാർഗൻ ചെയ്താൽ റൂം ഒപ്പിക്കാൻ പറ്റും. കുറച്ചുകൂടെ അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയ്ക്കൊക്കെ റൂംസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ BSNL മാത്രമേ റേഞ്ച് ഉണ്ടാകത്തുള്ളൂ. സോ വൈഫൈ ഉള്ള ഹോം സ്റ്റേ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. മത്തേരാനിലെ സീസൺ എന്ന് പറയുമ്പോൾ നോർമലി ജൂലൈ ടു സെപ്റ്റംബർ മൺസൂൺ ആണ്. ബട്ട് ആ ടൈമിൽ ടോയ് ട്രെയിൻ ഫുൾ സർവീസ് ഉണ്ടാകത്തില്ല. അമാൻ ലോഡ്ജ് ടു മത്തേരാൻ മാത്രമേ ടോയ് ട്രെയിൻ ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ട്രെയിനിൽ പോകാം? അത് ഈ പറഞ്ഞ 2 ട്രെയിൻ മാത്രമല്ല, മുംബൈ LTT പോലത്തെ വേറെ ട്രെയിനിലും അവൈലബിൾ ആണ്. ഞാൻ മെയിനായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന മിനിമം ടൈമുള്ള ട്രെയിനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പോകാം. സീസണിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാക്കേജ് വേണ്ടതെന്ന് ചോദിച്ചാൽ മത്തേരാനിലേക്ക് പോകാൻ ഒരു പാക്കേജിൻ്റെ ആവശ്യമില്ല. സീസണിലൊക്കെ ട്രിവാൻഡ്രത്തും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ഒരാൾക്ക് മാക്സിമം 2000-നകത്ത് മൊത്തം ട്രാവലിംഗ് എക്സ്പെൻസ്, ടിക്കറ്റ് ചാർജ് എല്ലാം കൂടെ നിൽക്കും. പിന്നെ അഡീഷണൽ ആവുന്ന അവരുടെ ഫുഡിൻ്റെ മാത്രമായിരിക്കും. ഇത് പറയാൻ വിട്ട്, മത്തേരാനിൽ ഫുഡിന് നല്ല എക്സ്പെൻസ് ആണ്. അവിടെ ഓൾറെഡി റേറ്റ് കൂടുതലാണ്, ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട്. അതുപോലെ അവിടെ ഫുഡ് പ്രൊഡക്ട്സിനെല്ലാം റേറ്റ് കൂടുതലാണ്. MRP ഒക്കെ കൂടുതലായിരിക്കും അവർ ചോദിക്കുന്നത്. കാരണം അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടാണ്. അവരെല്ലാം കുതിരപ്പുറത്തും തലച്ചുമുള്ളൊക്കെ ആയിട്ടാണ് സാധനം എത്തിക്കുന്നത്. ദെൻ മുമ്പേ വെച്ച് നോക്കുമ്പോൾ അവിടെ കഴിച്ച ഫുഡിനൊന്നും ക്വാളിറ്റി എനിക്കത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല. ദെൻ അവിടുത്തെ പല ചെറിയ ഹോം സ്റ്റേസിലും നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം തൊട്ട് 24 മണിക്കൂറാണ് ചെക്ക് ഔട്ട് ടൈമായിട്ട് തരുന്നത്. സോ അത് ആദ്യം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വേണം റൂം എടുക്കാൻ. ഇനി നിങ്ങൾ സോളോ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അവിടെ ഒരുപാട് മലയാളം ഉണ്ടാവും. അവരോടെല്ലാം കമ്മി അടിച്ച് റൂം എടുക്കാൻ നോക്കുക. ആൾ കൂടുന്നതനുസരിച്ച് റൂമിൻ്റെ ഷെയർ കുറയും. അതെപ്പോഴും ഓർമ്മ വേണം. ദെൻ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഫയലായിട്ട് താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അതിൽ നോക്കാം. അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. വേറെ ഒന്നുമില്ല. താങ്ക് യു.